അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. കലംബാസുര കലംബാസുര ചിരിക്കുന്നു. സർവരാജ്യ രക്ഷക സർവരാജ രക്ഷക സൗരയൂഥ പാലക സൗരയൂഥ പാലക കാത്തോളനെ കാത്തോളനെ. പ്രേമിച്ചു തുടങ്ങിയ കാലഘട്ടത്തിൽ പ്രേമത്തിന്റെ കാര്യത്തിൽ തീരുമാനിച്ച പഞ്ചവത്സര പദ്ധതി. ആ പെൺകുട്ടീനെ കല്യാണം കഴിക്കുന്നുള്ളത്. എന്നിട്ട് ആ പെൺകുട്ടിയെ തന്നെയാണോ കല്യാണം? അതെന്ത് പൊട്ടിപ്പോയേ? വേറൊരു പ്രണയം സംഭവിച്ചു, ആ കുട്ടീനെ കല്യാണം കഴിച്ചു. അപ്പം നിവിൻ ചേട്ടനൊക്കെ വന്നായിരുന്നു കല്യാണത്തിനല്ലേ? അപ്പൊ നിവിൻ ചേട്ടൻ എന്ത് ഗിഫ്റ്റാണ് കൊണ്ടുവന്നത്? അവൻ ഗിഫ്റ്റ് ഒന്ന് രാത്രി വീട്ടിൽ ചെന്നിട്ടേ റൂം മൊത്തം എല്ലാവരും ഉണ്ടായിരുന്നു. റൂം മൊത്തം വൃത്തികേടാക്കി. പക്ഷെ ഭയങ്കര രസമായിരുന്നു. കംപ്ലീറ്റ് ബലൂൺസ് ആയിരുന്നു, ഹൈഡ്രജൻ ബലൂൺസ്. അത് അലങ്കരിക്കാൻ നോക്കിയതായിരിക്കും. അലങ്കാരം അവിടെ മേളിലുണ്ട്, താഴെയാണ് അലങ്കോലം. ഇവനൊക്കെ എന്റെ ഡ്രസ്സൊക്കെ അലമാരിയിൽ പുത്തൻ ഡ്രസ്സൊക്കെ അഴുക്കിലേക്കൊക്കെ എടുത്ത് താഴത്തേക്കൊക്കെ ഇടുന്നു. അങ്ങനെയൊക്കെ ഇടുന്നു. അവസാനം ഞാൻ എന്റെ തനി സ്വരൂപം ഞാൻ പുറത്തേക്ക് ഇറക്കി, എല്ലാത്തിനും ഇറക്കി. ഒരുപാട് സ്ട്രഗിൾസ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ചേട്ടൻ. അതെ, ഏകദേശം 10 ഇന്റർവ്യൂ കഴിഞ്ഞു. ഇപ്പോ ഇവിടെ സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കുകയാണ്. സിജു ചേട്ടൻ എങ്ങനെയാ ബിൽഡ് ചെയ്തായിരുന്ന മസിലൊക്കെ? എഗ് വൈറ്റ്സും ചിക്കൻ ഇതൊക്കെ കഴിക്കുമായിരുന്നു. മുട്ട കഴിക്കായിരുന്നോ? പിന്നെ എഗ് വൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മുട്ട അല്ലാതെ പിന്നെ മുട്ട കഴിക്കായിരുന്നു. ഉണ്ണി കഴിക്കാൻ പാടില്ല അല്ലേ? എന്റെ ഉണ്ണിയെ. ഓഹോ കൺമണി അൻപോട് കാതലൻ നാൻ എഴുതും കടിതമേ. ഹായ്, ബിഹൈൻഡ് വിത്ത് സൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് വെൽ ഡെഡിക്കേറ്റഡ് ഒരു ആക്ടർ എന്ന് പറയാം, മറ്റാരുമല്ല സിജു ചേട്ടൻ. താങ്ക് യു. ഹായ്. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം. അതെ, പുതിയ സിനിമ ഇറങ്ങാൻ പോവാ 26-ാം തീയതി. അതാണ് ഏറ്റവും പുതിയ വിശേഷം. അതാണ് ഏറ്റവും പുതിയ വിഷയം. ഈ പഞ്ചവത്സര പദ്ധതി എന്ന ഒരു പേര് മൂവി കിട്ടില്ല. അതെന്താ അങ്ങനെ ഇട്ടത്? പ്രത്യേകിച്ച് അത് മാത്രമല്ല, ഈ ഏപ്രിൽ 26-ാം തീയതി അതിന്റെ റിലീസും വെച്ചു. ഏപ്രിൽ 26-ാം നമ്മുടെ ഇലക്ഷൻ നടക്കുകയാണല്ലോ. അപ്പൊ ശരിക്കും പ്ലാൻ ചെയ്തിട്ട് ചെയ്തതാണോ അതങ്ങനെ? പ്ലാൻ ചെയ്തിട്ട് ചെയ്തല്ല. ഇത് സിനിമ ഇതിനു മുന്നേ റിലീസ് ചെയ്യാൻ ഫെബ്രുവരിയിലൊക്കെ നോക്കിയിരുന്നു റിലീസ് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ തിയേറ്റർ അവൈലബിലിറ്റി ഇതൊക്കെ നോക്കി പിന്നെ അവസാനം ഈ ഒരു ഡേറ്റിലേക്ക് വന്നെത്തായിരുന്നു. അന്ന് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു ഡേറ്റ് ആയിട്ട് തോന്നി. അപ്പോൾ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഇലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു പഞ്ചവത്സര പദ്ധതിയാണല്ലോ. 5 വർഷം കൂടുമ്പോഴാണല്ലോ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ദിവസമാണ് ഏപ്രിൽ 26 എന്ന് പറയുന്ന ഡേറ്റ്. ഉറക്കം വന്നിട്ടാ? ഉറക്കം വരുന്നു. കുറച്ച് ഉഷാറാക്കാൻ വേണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ഒരു കുറച്ചൊരു ക്യൂബ് സെഗ്മെന്റ് പോലെ 4 ചോദ്യം ചോദിക്കാൻ പോവാം. നമ്മുടെ സിനിമ റിലേറ്റഡ്. അപ്പൊ നല്ല ആവേശത്തിൽ ഉത്തരം പറയണം. എവിടെ ആവേശം? എവിടെ ആവേശമുണ്ട്? ചോദ്യം ആവേശത്തിലുള്ള ചോദ്യം കേൾക്കട്ടെ, അപ്പൊ ഞാൻ ആവേശത്തിൽ ഉത്തരമാണ്. ശരി. സിജു വിൽസൺ അമ്മ സംഘടനയുടെ പ്രസിഡന്റായി യുവാക്കളുടെ പ്രചോദനത്തിനായി സിജു വിൽസൺ സ്വീകരിക്കാൻ പോകുന്ന പഞ്ചവത്സര പദ്ധതി എന്തായിരിക്കും? തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീസെൻ്റ്ലി ഇപ്പോൾ ഞാനിപ്പോൾ 19-ാം നൂറ്റാണ്ട് അങ്ങനത്തെ ഇതൊക്കെ ചെയ്താണ്, വരയൻ ചെയ്ത സമയമുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ എനിക്കൊരു തോന്നിയ കാര്യം, ഇപ്പോൾ ഫൈറ്റ് അങ്ങനത്തെ സീക്വൻസൊക്കെ നടക്കുന്ന സമയത്ത് ഒരു ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് എപ്പോഴും സെറ്റിൽ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാനിത് ആരടുത്തോ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റിൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നന്നായിരിക്കുന്നു. കാരണം വരയൻ എന്ന് പറയുന്ന സിനിമ ഞാൻ ചെയ്ത സമയത്ത് നമ്മൾ ആലപ്പുഴയിലാണ് ഷൂട്ട്. അപ്പോൾ നല്ല വെയിലും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു ബാൻഡ് സെറ്റ് പരിപാടി ചെയ്യാനായിട്ട് കുറേ ചേട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഷോട്ടിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ ഇതുപോലെ തന്നെ ഫിക്സ് വന്നിട്ട് പുള്ളി വീണു. ആർക്കും ടേക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നല്ല ചൂടും ഇതൊക്കെയായിരുന്നു. അപ്പോൾ അത്രയും ടയേർഡും ഇതൊക്കെ ആയിട്ടുള്ള ഇതുകൊണ്ട് അങ്ങനെ വന്നു. അപ്പോൾ പുള്ളി വീണു. അത് കഴിഞ്ഞിട്ട് അത് ടേക്ക് കെയർ ചെയ്യാനൊക്കെ ആയിട്ട് എല്ലാവർക്കും എപ്പോഴും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ ഇൻസിഡൻസ് ഒരുപാട് സംഭവിക്കും. ഇപ്പം ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നില്ല, ജൂനിയർ ആർട്ടിസ്റ്റുകളും അങ്ങനത്തെ ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഒരു നഴ്സിംഗ് പ്രൊഫഷനിൽ നിന്നും കൂടി ആയതുകൊണ്ട് തന്നെ ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് ടീം ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് തോന്നി. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുറിവ് പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരാളുണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും എന്തായാലും വേണം. കാരണം ഒരുപാട് പേര് ചേർന്ന് വർക്ക് ചെയ്യുന്നല്ലേ. ഇപ്പോൾ ആർട്ട് വർക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എത്ര പേരുടെ കാലിൽ ആണി കയറുകയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് അവിടെ വെച്ച് ടേക്ക് കെയർ ചെയ്യാൻ പറ്റിയെന്നല്ലോ. അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണ കാര്യം കൊണ്ട് ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ നോക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ
അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഇത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിങ് ചിലപ്പോൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. മന്ത്രിസഭയിലെ സിജു ചേട്ടൻ മസിൽ നിർമ്മാണ മന്ത്രിയായി തിരഞ്ഞെടുത്തു. മസിൽ ഇട്ടാ ഓക്കെ. അപ്പം കേരളത്തിലെ യുവാക്കളിൽ മസിൽ കൂട്ടാൻ എടുക്കുന്ന ഒരു പഞ്ചവത്സര പദ്ധതി എന്തായിരിക്കും? എന്ത് മന്ത്രിയാണ് ഞാൻ? മസിൽ അല്ല, എന്ത് മന്ത്രിയാണ്? മസിൽ മന്ത്രിയോ? മസിൽ മന്ത്രി? എന്ത് മസിൽ കൂട്ടല്ല മന്ത്രി? ഓക്കെ. കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും വീട്ടിലേക്ക് കോഴീനെ എല്ലാ വീട്ടിലും എടുത്ത് മുട്ടയിടിപ്പിക്കില്ലേ? അത് ഞാൻ പറഞ്ഞ പോലെ ഒരു 10-25 കോഴീനെ വെച്ചിട്ട് ഓരോ വീട്ടിലേക്ക് കൊടുത്തുവിടും. ഇപ്പോൾ ഉമ്മാർക്ക് കോഴീനെ നോക്കണ ഒരു പണിയാവും, പണിയില്ലാത്തവർക്ക് പണിയാവും. കോഴിയുടെ ഒപ്പം നടന്നൊരു കോഴി ജീവിതവും എനിക്കറിയില്ല. മുട്ടയിടാത്ത കോഴിയോ? മുട്ടയിടുന്ന കോഴീനാണ് കൊടുക്കേണ്ടത്, പൂവൻകോഴീനല്ല കൊടുക്കേണ്ടത്. മുട്ടയിടുന്ന കോഴീനെ കൊടുക്കണത്. ഒരു മുട്ട കഴിച്ച് പ്രോട്ടീനൊക്കെ കഴിച്ച് കോഴിയുടെ ഒപ്പം ഓടി നടന്ന് കോഴീനെയൊക്കെ നോക്കി വർക്കൗട്ടൊക്കെ ചെയ്ത് അങ്ങനെ ബിൽട്ടാകട്ടെ. ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ ഇൻടേക്ക് ഉണ്ടായിരുന്നു. എഗ് വൈറ്റ്സും ചിക്കൻ ഇതൊക്കെ കഴിക്കുമായിരുന്നു. പിന്നെ എഗ് വൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മുട്ടല്ല, പിന്നെ മുട്ട കഴിക്കരുത്, എഗ് വൈറ്റ്സ് കഴിക്കരുത്. ഇല്ല, എന്റെ ഉണ്ണിയെ 15 to 20 ഒരു ദിവസം കഴിക്കുമായിരുന്നു. ഇത് നമ്മൾ 15 to 20 അല്ല കേട്ടോ, ഓൾമോസ്റ്റ് 25-30 ആ റേഞ്ചിൽ വരും. രാവിലെ ഒരു 15 ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ഒരു 15, അങ്ങനത്തെ രീതിയിൽ വരാം. ഓൾമോസ്റ്റ് 15 to 10 അങ്ങനത്തെ രീതിയിൽ വരും. അങ്ങനെ വേണമെങ്കിൽ പറയാം. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സിജു വിൽസൺ പ്രേമിച്ചു തുടങ്ങിയ കാലഘട്ടത്ത് പ്രേമത്തിന്റെ കാര്യത്തിൽ തീരുമാനിച്ച പഞ്ചവത്സര പദ്ധതി എന്തായിരുന്നു? ആ പെൺകുട്ടീനെ കല്യാണം കഴിക്കുന്നുള്ളത്. എന്നിട്ട് ആ പെൺകുട്ടീനെ തന്നെയാണോ അല്ല, അത് കഴിഞ്ഞപ്പോ വേറൊരു പ്രണയം സംഭവിച്ചു, ആ കുട്ടീനെ കല്യാണം കഴിച്ചു. ആ പഞ്ചവത്സര പാളി. ഇവിടെ എന്തോരം പഞ്ചവത്സര പദ്ധതികൾ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പഞ്ചവത്സര പദ്ധതികളും പാളുന്നുണ്ടല്ലോ. ഇപ്പോൾ വോട്ടിങ്ങും പരിപാടികളും പല ഇതിലും പലരും പറയുന്നില്ല പാളി എന്നൊക്കെ പറയുന്നില്ല. അതുപോലെ പ്രണയവും പാളി. 2017 ചേട്ടൻ കല്യാണം കഴിക്കുന്നത്. അപ്പം നിവിൻ ചേട്ടനൊക്കെ വന്നായിരുന്നു കല്യാണത്തിനില്ലേ? അപ്പൊ നിവിൻ ചേട്ടൻ എന്ത് ഗിഫ്റ്റാണ് കൊണ്ടുവന്നത്? ഓർമ്മ ഉണ്ടോ? എന്ത് ഗിഫ്റ്റാ? അവൻ ഗിഫ്റ്റ് ഒന്ന് രാത്രി വീട്ടിൽ ചെന്നിട്ടേ റൂം മൊത്തം എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ശ്രുതിയും റൂമൊക്കെ ക്ലീൻ ചെയ്ത് കിടന്നുറങ്ങുന്നത് മോർണിംഗ് 5 o'clock റൂം മൊത്തം വൃത്തികേടാക്കി. പക്ഷെ ഭയങ്കര രസമായിരുന്നു. കംപ്ലീറ്റ് ബലൂൺസ് ആയിരുന്നു, ഹൈഡ്രജൻ ബലൂൺസ് ഫുൾ അലങ്കരിച്ചു. അത് അലങ്കാരം അവിടെ മേളിലുണ്ട്, താഴെയാണ് അലങ്കോലം. ഇത് ചെല്ലുമ്പോ ഭംഗിയായിരിക്കും, ഇത് കഴിഞ്ഞ് ഇവന്മാര് കയറി അങ്ങ് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ളൊരു ഇതുണ്ടല്ലോ. അങ്ങനെ റൂമിനകത്ത് തന്നെ ആയിരുന്നു എല്ലാവരും. റൂമിനകത്ത് ഞങ്ങള് അവിടെ കുറ്റി അടിച്ച് ഇങ്ങനെ ഇരിക്കും. ഇവന്മാര് പോണില്ല. 5 മണി വരെ ഇങ്ങനെ ഇരുന്ന്. ഇവനൊക്കെ എൻ്റെ ഡ്രസ്സൊക്കെ അലമാരിയിരിക്കുന്നത്, പുത്തൻ ഡ്രസ്സൊക്കെ മറ്റേ വിരുന്നിന് പോകാനായിട്ട് എടുത്തിട്ടുണ്ട്. മറ്റേ അഴുക്കിലേക്കൊക്കെ എടുത്ത് താഴത്തേക്കൊക്കെ ഇടല്, അങ്ങനെയൊക്കെ എടുത്ത്. അവസാനം ഞാൻ എൻ്റെ തനി സ്വരൂപം ഞാൻ പുറത്തേക്ക് ഇറക്കി, എല്ലാത്തിനും ഇറക്കി. എൻ്റെ ക്ഷമ പരീക്ഷിച്ച് അങ്ങനത്തെ അവനായിരുന്നു അതൊക്കെ അറേഞ്ച് ചെയ്തത്. കംപ്ലീറ്റ് വാഷ്റൂമിൻ്റെ അകത്ത് ക്ലോസറ്റും ഇതൊക്കെ മറ്റേ റാപ്പറില്ലേ, റാപ്പർ വെച്ച് കംപ്ലീറ്റ് ഇത് ചെയ്തെല്ലാം അതെല്ലാം ലോക്ക് ചെയ്തിട്ടുണ്ട്. റാപ്പർ വെച്ച് ചുറ്റി ഇത് അതല്ലേ പറഞ്ഞ രാവിലെ 5 മണി വരെ അവരെ കൊണ്ട് തന്നെ ഞാൻ ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിയത് അതായിരുന്നു തന്നെ. അവന്മാരിത് ചെയ്യാൻ പോലെ അവന്മാര് ഞാനൊന്ന് ചീത്ത വിളിക്കാൻ വേണ്ടി ഇരിക്കുന്നു ഇറങ്ങിപ്പോവാനായിട്ട്. അവര് ഇറങ്ങിപ്പോയി. പിന്നെ നമ്മൾ തന്നെ ക്ലീൻ ആക്കണ്ട്. ഇപ്പം ശ്രുതി ചേച്ചിനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ തന്നെ ചേട്ടൻ്റെ ഇൻസ്റ്റഗ്രാം എടുത്തു നോക്കുമ്പോൾ തന്നെ ചേച്ചിനായിട്ടുള്ള ഒരുപാട് പിക്സ് കാണാം. അപ്പം ആ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചേട്ടൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു ബോണ്ട് എങ്ങനെയാ, ഒരു കണക്ഷൻ? ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. പ്രണയത്തിലേക്ക് ആവുന്നതിന് മുമ്പ് സുഹൃത്തുക്കളായിരുന്നു. നല്ലൊരു സൗഹൃദം പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങനത്തെ ഒരു
ഡിസിഷനിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ പ്രണയവും കല്യാണത്തിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഒരു കെയർ ഉണ്ട്. ഞാൻ സിനിമയിൽ ഒന്നുമല്ലാത്ത സമയത്ത് തൊട്ട് അറിയുന്ന ആളാണ്. എൻ്റെ ഉയർച്ച താഴ്ചകളൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ശ്രുതിയാണ്. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കെയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ പറയുമ്പോൾ തന്നെ ഒരുപാട് സ്ട്രഗിൾസ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ചേട്ടൻ. അതെ, ഏകദേശം 10 ഇന്റർവ്യൂ കഴിഞ്ഞു. ഇപ്പോ ഇവിടെ സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കുകയാണ്. ലൈഫിലെ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടാ വന്നത്. പക്ഷെ നമ്മളടുത്ത് ഇപ്പൊ സംസാരിക്കുമ്പോൾ ചേട്ടൻ ഭയങ്കര ഫുൾ പോസിറ്റീവ് വൈബാണ്. അപ്പം ചേട്ടനും ഉണ്ടാവല്ലോ ഒരു ഇമോഷണൽ ആയിട്ട് ഭയങ്കര ബ്രേക്ക് ആയിട്ടിരിക്കുന്ന ഒരു സമയം. അപ്പൊ അതെങ്ങനെയാ ചേച്ചി ഹാൻഡിൽ ചെയ്യാം? ഇത് ഹാൻഡിൽ ചെയ്യാറുണ്ട്, കണ്ടിട്ടുള്ള അങ്ങനത്തെ രീതിയിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിലും എന്ത് ഇതാണെങ്കിലും ഇപ്പോൾ എന്താ പറയുക, സ്ട്രെസ് ആണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും അല്ലെങ്കിൽ സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഒരുപാട് നേരം കൊണ്ടേ നടക്കാറില്ല. പ്രത്യേകിച്ച് ദുഃഖം, ഒരു സാഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബാഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബാഡ് വൈബ് കീപ്പ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറില്ല. അത് അവോയ്ഡ് ചെയ്തിട്ട് നമുക്കുള്ളതിൽ സന്തോഷിക്കുക എന്നുള്ളൊരു അങ്ങനത്തെ ഒരു പോളിസിയിലാണ് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഞാൻ ഹാപ്പി ആയിട്ട് തന്നെ. ഈ ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജ് അയക്കുന്നത് നോക്കാറുണ്ട്? മെസ്സേജ് അയക്കുന്നത് നോക്കാറുണ്ട്. അറിയാത്ത ആൾക്കാർ ഫാൻസ് ഒക്കെ മെസ്സേജ് നോക്കാറുണ്ട്. അപ്പൊ ഞാനൊരു ചെറിയൊരു ടാസ്ക് പോലെ തരാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ ഇന്റർവ്യൂവിന് വരുന്നൊക്കെ മുന്നേ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആണോ? ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അങ്ങനെയല്ല, നമ്മൾ കയറിനൊക്കെ കുറിച്ച് വന്നേ. അതെന്താ നോക്ക്, ഈ തപ്പിയൊക്കെ എടുക്കണ്ടേന്ന്. എന്റെ പേരെന്താന്നറിയോ? ആദ്യം സെർച്ച് പൂർണിമ കൃഷ്ണയാണോ? അതന്നെ. നിഷ ചേച്ചിയെ കാണുമ്പോ ഓർമ്മ വരുന്നൊരു പാട്ട് പാടണം. പ്ലീസ്, ഇതെന്റെ ഒരു നിഷ ചേച്ചിയെ കാണുമ്പോ ചേച്ചിനെ എനിക്കിവിടെ കൊണ്ടുവരാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര മിസ് ചെയ്തു. പിന്നെ അത് മാത്രല്ല, ചേട്ടന്റെ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? അപ്പൊ ആ ഒരു ശബ്ദത്തിൽ ആ ഒരു പാട്ട് കേൾക്കാം. റീസെന്റ് വൈറലായിട്ടുള്ള പാട്ടാണ്. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ, പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാനാ ഇങ്ങ സൗഖ്യമേ, ഉണയെണ്ണി പാക്കയിൽ കവിதை கொட்டுது, அது எழுத நினைக்கையில் வார்த்தை முட்டுது. ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே, பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கே സൗഖ്യമേ. ഇത് പാട്ട് പാടാന്നല്ല, പാട്ട് പറയാന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ ശരിക്കും ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു ട്രോളാന്ന് വെച്ചിട്ട് ഞാൻ ചോദിച്ചത്. പക്ഷെ അത് അടിപൊളിയായിട്ട് പാടിയല്ലോ. ഞാൻ പാട്ടുകാരനാണ്, അതല്ല ഞാൻ പറഞ്ഞത്. ഒരുപാട് പാട്ടുകൾ ഞാൻ പാടി. ഇപ്പൊ ഈ അടുത്ത ഒരു റീല് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. ചേട്ടൻ ഒരു ജീപ്പിന്റെ മേലെ ഡ്യൂപ്പിലാണ്ട്. ചേട്ടൻ ഇത്രയും സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നോ ചേട്ടൻ? അല്ല, ഞാനിപ്പോ ആ സ്കില്ലിലേക്ക് വന്നതാണെന്നൊക്കെ. അത്രയും സ്കിൽഫുൾ ഒന്നായിരുന്നില്ല. പണ്ട് മതിലൊക്കെ ചാടി കിടക്കുമായിരുന്നു. മതിലൊക്കെ ചാടി കിടക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഡ്യൂപ്പിന് ശരിക്കും സിനിമയിൽ ഒന്നിലും ഉപയോഗിക്കാറില്ലേ? ഇല്ല, ഒക്കെ ചേട്ടൻ തന്നെ ചെയ്യാറല്ലേ? അപ്പൊ എന്തായാലും ഇത്രയും നേരം നമ്മുടെ അടുത്ത് സംസാരിച്ചു, ഒരുപാട് നന്ദി. പിന്നെ ഈ ഒരു പടം പഞ്ചവത്സര പദ്ധതി ഒരു 5 വർഷം അങ്ങോട്ട് ഓടട്ടെ അല്ലേ? എൻ്റെ ഒരു ആശംസ. 5 വർഷമല്ല, ഇനി ഫുള്ള് ഓടട്ടെ. 5 തിയേറ്ററിൽ 5 വർഷമൊക്കെ ഓടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അത്ര ലെവലിൽ എത്തട്ടെ. ഒന്ന് ആലോചിച്ച് 5 വർഷമൊക്കെ ഓടാന്ന് പറയും. എന്തായാലും ആഗ്രഹിച്ചോളൂ, കുഴപ്പമില്ല. 5 വർഷം ഓടിയില്ലെന്നുണ്ടെങ്കിൽ നല്ല സക്സസ്ഫുൾ ആവട്ടെ. അതെ, അല്ല ഞാൻ പറഞ്ഞ ജീവിതകാലം ഓട്ടെ എന്നുള്ളതാണ്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക, എപ്പോഴെങ്കിലൊക്കെ എടുത്ത് കാണാമെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. എപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ട് മാറിക്കഴിഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണ്. വീണ്ടും ഇപ്പോൾ ടി വിയിലായിക്കോട്ടെ അല്ലെങ്കിൽ OTT-ലാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അവർക്ക് സന്തോഷം പകരുന്നൊരു സിനിമയായി മാറിക്കഴിഞ്ഞാൽ ഭയങ്കര നല്ല കാര്യമാണല്ലോ, സന്തോഷമുള്ള കാര്യമാണ്. 5 വർഷമല്ല, അത് ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. എക്കാലത്തും നിലനിൽക്കാൻ പോകുന്നൊരു സിനിമ തന്നെയായിരിക്കും. അപ്പം അതുകൊണ്ട് എല്ലാ കാലത്തും നിലനിൽക്കട്ടെ എന്നുള്ള പറയാനുള്ളത്. അതപ്പോൾ എന്തായാലും ഇപ്പം IPL നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും ഫേവറേറ്റ് ടീം ഏതാ? അങ്ങനെ ഫേവറേറ്റ് ടീമായിട്ട് ഫേവറേറ്റ് പ്ലേയേഴ്സ് ഉണ്ട്. ചെന്നൈ ഇഷ്ടമാണ്. ഒരു ക്രിക്കറ്റ് പ്ലെയർ ആയതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഭയങ്കര ക്രിക്കറ്റ് പ്ലെയർ ഒന്നുമല്ല. ഞാൻ CCL ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷമാണ്, ഈ വർഷം ആണ് പ്ലേ ചെയ്യാൻ പോയത്. ഞാൻ ആദ്യമായിട്ടാണ് ക്രിക്കറ്റ് ഗിയറും ക്രിക്കറ്റ് ബോളും ഈ ഹെൽമെറ്റും പരിപാടിയൊക്കെ വെച്ചിട്ട് കളിക്കുന്നത് ആദ്യമായിട്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാൾ ഞാൻ അങ്ങനെ കളിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് കാണുന്നതെന്നല്ല കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. അത് ഈ കഴിഞ്ഞ
ഫെബിലാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഹോൾ സ്റ്റേഡിയം, ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു. CCL ഫാൻസ് അസംബിൾ ഹിയർ കണ്ടത് അല്ലേ ട്രെയിലറിന്റെ താഴെ? അങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അത് എന്താ പറയുക, എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര എക്സ്പീരിയൻസ് ആണ്. നല്ല രസമുള്ള, എനിക്ക് ക്രിക്കറ്റ് ലൈക്ക് പ്ലേ ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ CCL സെലക്ഷന് വേണ്ടിയിട്ട് പണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ സെലക്ഷന് വേണ്ടിയിട്ട് ഞാൻ പണ്ട് പോയിട്ടുണ്ട്. അന്ന് കളിക്കാൻ പറ്റിയില്ല. അന്ന് കളിക്കാൻ പറ്റുന്ന സെലക്ഷനെ ഇത് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഫുട്ബോൾ കളിച്ചിട്ട് എൻ്റെ നഖമൊക്കെ പൊളിഞ്ഞ് ഇതായിട്ടിരിക്കുന്നത്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല സെലക്ഷന് വേണ്ടിയിട്ട്. 10-15 എന്നുള്ള ആഗ്രഹമാണ്. ഇന്നാണ് അത് സാധിച്ചത്. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഞാൻ എൻ്റെ തുടക്കം കുറിക്കുന്നത്. അതെ, പ്രേമത്തിൽ പറയുന്നുണ്ട്, ഷറഫ് പറയുന്ന ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് പറയുമ്പോൾ ഞാൻ വന്നിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പാലത്തിൻ്റെ അതിൽ കൂടി പോകും. ഇതെല്ലാം ഒരു കോൺഫിഡൻസ് ആയിട്ട് ഭയങ്കര രസമുള്ള സംഭവമാണ്. അപ്പം അങ്ങനെ ഒരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ പോകുന്നുള്ളൂ. അപ്പൊ അതേപോലെ ഇനിയും ലൈഫിൽ സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റട്ടെ. ഹാപ്പി ആയിട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച്. ഇനി എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം കൂടി ഞാൻ ചെയ്യിപ്പിക്കാം. അത് ചെയ്യണം എന്തായാലും, പിന്നെ എല്ലാരും കൊണ്ട് ചെയ്യിപ്പിക്കും. ഞങ്ങൾ കലംബാസുര ഭക്തി ആക്കുന്നു നിങ്ങള്. പൂർണിമ. ഓക്കെ, പൂർണിമ തുടങ്ങിക്കോളൂ. എന്താ വേണ്ട എനിക്കറിയില്ല അതൊന്നും. എന്താ കൈ ഇങ്ങനെ പിടിക്കുക. കലംബാസുര ഞാൻ എന്താ അനുഗ്രഹിക്കാണോ? അനുഗ്രഹിക്കല്ല, മേളിലേക്ക് നോക്കി പുള്ളിയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. കലംബാസുര ചിരിക്കുന്നു. സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ സർവരാജ്യ രക്ഷക അക്ഷരമാലയൊക്കെ പഠിപ്പിക്കേണ്ടിരുന്നു. സർവരാജ്യ രക്ഷക സൗരയൂഥ പാലക. കേട്ടില്ല. സൗരയൂഥ പാലക. കാത്തോളനെ. പഞ്ചവത്സര പദ്ധതി എല്ലാരും തിയേറ്ററിൽ പോയി കാണണേ. അത് മേലെ നോക്കിട്ട് പിന്നെ പഞ്ചവത്സര അത് മേലാരുള്ളു? കലംബാസുരന്റെ മേളില് അയാളല്ലോ പ്രേക്ഷകരല്ലേ കാണണ്ടേ? അത് കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞോളൂ. ഓക്കെ, പഞ്ചവത്സര പദ്ധതി പോയിട്ട് എല്ലാരും കാണണേ. തിയേറ്ററിൽ പോയി കാണുന്നത്. തിയേറ്ററിൽ പോയിട്ട് കാണണേ. ഫുൾ ഹൗസ്ഫുൾ ഷോസ് ആണ്. ഫുൾ ഹൗസ്ഫുൾ ഷോസ് ആവണേ. ഓക്കെ, ഇതിപ്പോ എന്നെ കൊണ്ടാ പണിയെടുപ്പിച്ചത്. പണിയെടുക്കൂ, നല്ലല്ലേ ഇടയ്ക്ക് പണിയെടുക്കുന്നത് വല്ലപ്പോഴൊക്കെ എങ്കിലും അല്ലേ? അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി.